ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് വീഡിയോ തുടങ്ങിയാലോ? ഇന്ന് സൺഡേ ആണ്. സൺഡേയില് നമ്മളൊന്ന് അമ്പലത്തിൽ പോയിട്ടോ. അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്ക് നമ്മള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആക്കിയിട്ടാ പോയത്. അമ്പലത്തിൽ പോയി വന്നപ്പോഴേ കുറച്ചൊന്ന് വൈകി. പിന്നെ നമ്മൾ ചോറും കറികളും അങ്ങനെയുള്ള തിരക്കുകളിലേക്ക് നീങ്ങാണ് കേട്ടോ. കിച്ചണിലെ കുറച്ച് കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്താണ് മക്കളെ വിശേഷങ്ങളൊക്കെ? ഓണൊക്കെ അടുത്തെത്തിയില്ലേ? എല്ലാവരും ഓണക്കോടികളൊക്കെ വാങ്ങിയോ? ഇനി എന്താ പറയാ, വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈവില് വരുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കാണാറുണ്ട്. അവരെല്ലാവരും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരും ലൈക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ ലൈവ് കാണുമ്പോൾ തന്നെ വരുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് പറയുകയാണ്. പിന്നെന്താ, അതുപോലെ വീഡിയോ കാണുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ. നമുക്ക് വലിയ രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. പറ്റുന്ന രീതിക്ക് നിങ്ങളെ മുന്നിലേക്ക് ഒരേ സമയം തന്നെ വീഡിയോ കൊണ്ടുവരാനൊക്കെ പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. നമുക്ക് കയ്യിലുള്ള എന്താ പറയുക ഫെസിലിറ്റി വെച്ചുകൊണ്ട്, നല്ല ഐഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഉള്ളത് വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്, ഇന്നിപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. ഓണൊക്കെ ആയി, ഓണവീലൊക്കെ ആയി, നല്ല ഭംഗിയുള്ള ഈ കൃഷ്ണഗീതം എത്ര ആളുകളുടെ വീട്ടിലുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. കുറെ പേര് പറയാറുണ്ട് ഇതിപ്പോ കാണാറേ ഇല്ല എന്നൊക്കെ. കുറെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്. ഞങ്ങളുടെ അവിടെ ഒന്നും കാണാൻ കിട്ടുന്നില്ല, പണ്ടത്തെ ഒരു പൂവാണത്. അങ്ങനെ ഒരുപാട് പൂക്കളില്ലേ നമ്മളുടെ വേലിക്കരിയിലൊക്കെ ഉണ്ടായിരുന്ന വളർന്നു വന്നിരുന്ന ചെടികളും പൂക്കളൊക്കെ കുറെയൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്, ചിലൊന്നും കാണാതെ ആയിട്ടുണ്ട് അല്ലെ. കാക്കപ്പൂവ് അങ്ങനെയുള്ള പൂക്കളൊക്കെ. ഞാൻ ഓണം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൂവുള്ള കാരണം പൂവില്ലാത്തതിന്റെ ഒരു വിഷമം അറിയാറില്ല കേട്ടാ. കൃഷ്ണഗീതം നിറയെ പറമ്പിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ് ഇത്തവണ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇനി നമുക്ക് ഇന്ന് കൂന്തലുണ്ട്. കൂന്തല് നമുക്ക് ഫ്രൈ ചെയ്യണം. ചോറുണ്ടാക്കണം. ചോറ് വെക്കാനുണ്ട്. പിന്നെ കറി മുരിങ്ങക്കായും പരിപ്പുമാണ്. അപ്പൊ അത് കറി ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് കിച്ചണില് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെ. കുറെ പാത്രങ്ങളൊന്ന് കഴുകി ഒതുക്കി വെച്ചതിന് ശേഷം ചോറും കറികളൊക്കെ വെക്കാന്ന് വിചാരിച്ചു. ഗ്യാസിന്റെ സ്റ്റവ് ഒന്ന് കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അതൊന്ന് റെഡിയാക്കാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോ കുറച്ചിങ്ങനെ ഈ ലൈറ്റിന്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. അങ്ങനെ ഇനി നമ്മളെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളും പാത്രങ്ങളും കഴുകലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോഴേക്കും ഇവിടേക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് തുടച്ച് റെഡിയാക്കട്ടെ. അപ്പൊ രാവിലെ എനിക്ക് എന്നും ഞാൻ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 ആണ് ലൈവ് വരാറ്. അപ്പൊ ഇന്ന് എനിക്ക് അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ 8 മണിക്ക് ലൈവ് വന്നു. എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ എന്റെ കിച്ചണിലേക്ക് വന്നത്. അപ്പൊ അതിൻ്റെതായ സമയം വൈകിയിട്ടുണ്ട്. പിന്നെ സൺഡേ അല്ലേ, എവിടെയും പോവാനൊന്നും ഇല്ല. നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കാനുള്ളൂ. ഇനിയിപ്പോ നാളെ ഉണ്ണിക്കുട്ടന് എക്സാം ഉണ്ട്. ബയോളജിയാണ് എക്സാം. അപ്പൊ ഞാൻ ട്യൂഷൻ ഇപ്പൊ ഒന്നും പോയിട്ടില്ല. വീട്ടിലിരുന്ന് പഠിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് എന്താ ചെയ്യാം. ചായ എന്നാ പറയുന്നേ, ചോറ് വെക്കാനുണ്ട്. ഇനി ചോറ് വെക്കണം. അതുപോലെ നമ്മൾ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മളുടെ കൂന്തല്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.